ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പൊന്നെ, മഴയ്ക്കൊക്കെ ചെറിയൊരു ശമനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എന്തോ ഒരു മഴയായിരുന്നു. അപ്പൊ നിങ്ങളുടെ ലിഷർ ടൈം ഒക്കെ നിങ്ങൾ എങ്ങനെയാ ചെലവഴിക്കുന്നത്? ഞാൻ പ്രത്യേകിച്ച് ചോദിക്കുന്നത് റിട്ടയർഡ് ആയിട്ടുള്ളവരോടാണ് ചോദിക്കുന്നത്. അല്ലാതെ ജോലിയുള്ളവർക്ക് എന്ത് ലിഷർ? ഞാൻ കുറച്ച് അനുഭവിച്ചതാ കേട്ടോ. ഒന്നിനും സമയം കിട്ടത്തില്ലായിരുന്നു. അമേരിക്കയിൽ ഇപ്പോൾ സ്കൂളെല്ലാം അടച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവരും ഒരു വെക്കേഷൻ മൂഡിലാണ്. കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ടേ കണിശമായിട്ടും എവിടെയെങ്കിലും ഒക്കെ പോകും. എൻ്റെ മോനും വൈഫും ഗ്രാൻഡ് കിഡ്സും ഒക്കെ കൂടെ 10 ദിവസത്തേന് അലാസ്കയിൽ പോയിട്ട് ഇന്നലെ വന്നതേ ഉള്ളൂ. അത് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ വെക്കേഷന് പോകാൻ പറ്റുന്നവരൊക്കെ കണിശമായിട്ടും വെക്കേഷൻ പോകണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. മടിച്ചൊന്നും ഇരിക്കരുത്, പ്രായമായെന്നും കരുതിയൊന്നും ഇരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് വെറുതെ ആണെന്ന് പറഞ്ഞാലും ഒന്ന് കടയ്ക്ക് പോകാനായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും, സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ഓർമ്മകളുമായിട്ട് അന്ന് രാത്രിയിൽ കിടന്നുറങ്ങാനായിട്ട് സാധിക്കും. മഴയാണ്, വെയിലാണ് എന്നൊന്നും പറഞ്ഞ് മടി പിടിച്ചൊന്നും ഇരിക്കരുത് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ആകാമായിരിക്കാം, ആകാവുന്ന സമയത്ത് നിങ്ങൾ പോകണം. നാളെ നമ്മൾക്ക് ഒന്നും മേലാതെ വന്നു കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് പണ്ട് ഞാൻ അങ്ങനെ പോയിരുന്നെങ്കിലും ഓർത്ത് നമുക്ക് സന്തോഷിക്കാം അല്ലേ. അതുകൊണ്ട് നാളത്തേന് മാറ്റി വയ്ക്കരുത്. നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നമ്മൾ ശരിക്കും അത് യൂട്ടിലൈസ് ചെയ്ത് എൻജോയ് ചെയ്ത് ജീവിക്കണം. ഇന്നേ വെതർ ഫോർകാസ്റ്റ് നോക്കിയപ്പോഴുണ്ട് 1 മണിക്കൂർ നേരത്തേനെ മഴയുള്ളെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും എൻ്റെ സിസ്റ്ററും കൂടെ 2-3 പള്ളികളിലൊക്കെ പോകാനായിട്ട് ഇച്ചിരി നേർച്ചയുണ്ടായിരുന്നു. പിന്നെ അവിടെ പോകണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പോവുകയാണ്. എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ സന്തോഷം. പള്ളിയാണെ പള്ളി, വേറെ പാർക്കാണെങ്കിൽ പാർക്ക്, എവിടെയെങ്കിലും ഒന്ന് വെളിയിലോട്ടൊന്ന് ഇറങ്ങിയേച്ച് വരുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ ആ വിവരങ്ങളൊക്കെയാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പം നമുക്ക് റിട്ടയർ ചെയ്ത് വേറെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പള്ളിയിൽ പോകണമോ പാർക്കിൽ പോകണമോ എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ നമുക്കങ്ങ് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കണിശമായിട്ട് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസൊക്കെ അതുപോലെ പോകാനായിട്ട് ശ്രമിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ ഈ ഞായറാഴ്ച ഞങ്ങൾ 2-3 പള്ളികൾ അങ്ങ് വിസിറ്റ് ചെയ്യാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഒരു 6 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു. വെതർ ഫോർകാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂർ നേരത്തേന് ഭയങ്കര മഴയായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. എന്നാണെന്നറിയാമോ, റോഡ് നിറയെ വെള്ളമായിരുന്നു. അപ്പോൾ എനിക്ക് വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട് നല്ല പോലെ ചാൻസ് കിട്ടിയെന്നുള്ളതാണ്. ആദ്യം ഞങ്ങൾ പോകുന്ന വല്ലാർപാടം പള്ളിയിലേക്കാണ്. അത് എറണാകുളത്താണ്. കാരണം എറണാകുളത്തെ തിക്കും തിരക്കും ഒക്കെ അറിയാവില്ല. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് അത്ര വലിയ തിക്കില്ലെന്നറിയാം. അതുകൊണ്ട് ഇനിവേ രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ചു. കാരണം ഇച്ചിരി ഇരുണ്ടും മൂടിയൊക്കെ പോലെയാണ് കിടക്കുന്നത്. മഴ 1 മണിക്കൂർ നേരമേ ഉള്ളെന്നാണ് പറഞ്ഞുകൊണ്ട് ആ ഒരു ആശ്വാസത്തിൽ അങ്ങ് പോവുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് പോയത് വല്ലാർപാടം പള്ളിയിലാണ്. ഈ വല്ലാർപാടം പള്ളിയെപ്പറ്റിയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നോക്കിയെന്നാൽ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അച്ചട്ടായിട്ടുള്ളതും ഭയങ്കര അത്ഭുതമുള്ളതുമായിട്ടുള്ള ഒരു പള്ളിയാണ് ഈ വല്ലാർപാടം പള്ളി. അവിടെ ഇച്ചിരി നേർച്ചയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെയോട്ട് പോയത്. വല്ലാർപാടം പള്ളിയിലേതും മൺറാട്ട് പള്ളിയിലെ ഒക്കെ ഒരു കാര്യമാണ് അടിമ വെക്കുക എന്നുള്ള ഒരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് അടിമയായിട്ടിരിക്കും എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതാണത്. പിന്നെ അതുപോലെ തന്നെയുണ്ട് ആ പള്ളി ഒന്ന് അടിച്ച് വൃത്തിയാക്കുന്നത് ഒരു നേർച്ചയാണ്. കാരണം മാതാവാണ് ലക്ഷ്മിയമ്മയും കുഞ്ഞിനെയും രക്ഷിച്ചത്. അപ്പോൾ ലക്ഷ്മിയമ്മ വന്ന് അടിമയായിട്ട് അവിടെ ഇരുന്ന പള്ളിയെ അടിച്ചു വാരി വൃത്തിയാക്കുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്താണ് പിന്നെ ജീവിച്ചത്. അതിൻ്റെ കഥയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നോക്കിയാൽ അത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ മേലാത്തവർക്കാണെങ്കിൽ പൂർണ്ണ വിവരം ലഭിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കടമറ്റത്ത് പള്ളിയാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ കടമറ്റത്ത് കത്തനാർ? സിനിമയും സീരിയലും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഒരു മാന്ത്രിക അച്ഛൻ എന്നൊക്കെ പറയുമായിരുന്നു കടമറ്റത്ത് അച്ഛനെ പറ്റി. ഈ കടമറ്റത്ത് പള്ളി എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കോലഞ്ചേരിക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ കള്ളിയങ്ങാട് നീലിയെപ്പറ്റി. ആ കള്ളിയങ്ങാട് നീലിയെ തളച്ചത് കടമറ്റത്ത് കത്തനാരാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കടമറ്റത്ത് പള്ളിയോട് അടുത്ത് തന്നെ ഒരു പാതാള കിണറും കൂടിയുണ്ട്. കടമറ്റത്ത് അച്ഛൻ മന്ത്രതന്ത്ര വിദ്യകളൊക്കെ പഠിച്ചിട്ട് പാതാളത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത് ഈ പാതാള കിണറ്റിൽ കൂടിയാണ്. ഈ കഥകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഈ പള്ളിയും ആ പാതാള കിണറും ഒക്കെ ഒന്ന് നേരിൽ കാണാമെന്ന് കരുതിയാണ് ഞങ്ങളിവിടെ വന്നത്. കടമറ്റത്തുള്ള സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് അച്ഛൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. കടമറ്റത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട ഒരു വീട്ടിലായിരുന്നു കത്തനാരുടെ ജനനം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പൗലോസ് എന്നായിരുന്നു. മാതാപിതാക്കൾ ചെറുപ്പത്തിലെ മരിച്ചു പോയപ്പോൾ അനാഥനായ ആ കുട്ടിയെ കടമറ്റത്തെ വലിയ അച്ഛൻ എടുത്തു വളർത്തി
വേണ്ട വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് ഷമ്മാച്ചനായി വാഴിച്ചു. അങ്ങനെ ഇരിക്കെ മൂത്ത കത്തനാരുടെ മേയാൻ പോയ ഒരു പശു തിരിച്ചു വന്നില്ല. അപ്പോൾ ഈ ഷമ്മാച്ചൻ അതിനെ തേടിപ്പോയി. അങ്ങനെ പോയി അവസാനം കാട്ടുജാതിക്കാരായ മന്ത്രവാദികളുടെ പിടിയിലായി. കാട്ടുവാസികളുടെ മൂപ്പന് ആൺമക്കളില്ലായിരുന്നതിനാൽ ഷമ്മാച്ചനോട് ദയ തോന്നി. പക്ഷേ ഷമ്മാച്ചനെ അവിടെ നിന്ന് ഒരു വിധത്തിലും വെളിയിൽ വിടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഷമ്മാച്ചന് തിരിച്ചു പോരാൻ നിർവാഹമില്ലാത്തതിനാൽ ഷമ്മാച്ചൻ മൂപ്പന്റെ ഇംഗിതത്തിന് വഴങ്ങി എല്ലാ മാന്ത്രിക വിദ്യകളും അഭ്യസിച്ചു. അങ്ങനെ നീണ്ട 12 വർഷങ്ങൾ ഷമ്മാച്ചൻ ആ പാതാളത്തിൽ കഴിഞ്ഞുകൂടി. ഒരു ദിവസം ഈ ഷമ്മാച്ചൻ കാട്ടുമൂപ്പനെ വെട്ടിച്ച് ആ പാതാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയെത്തിയത് ഈ പള്ളിമുറ്റത്താണ്. ഷമ്മാച്ചൻ്റെ പുറകെ ഈ മന്ത്രവാദികൾ ഓടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷമ്മാച്ചൻ ഈ കിണറ്റിൽ നിന്നും കയറി പള്ളിവാതിൽക്കൽ വന്ന് അമ്മയെ രക്ഷിക്കണമെന്ന് വിളിച്ചപ്പോൾ പള്ളിയുടെ കതക് താനെ തുറക്കുകയും ഷമ്മാച്ചൻ പള്ളിയിൽ കയറിയ ഉടനെ കതക് അടയുകയും ചെയ്തു. ആ സമയത്ത് ഈ മാന്ത്രികരെല്ലാം ഷമ്മാച്ചൻ്റെ തൊട്ടു പുറകെ ഉണ്ടായിരുന്നു. അവർക്കങ്ങോട്ട് ദേഷ്യം കയറിയിട്ട് കയ്യിലിരുന്ന ചങ്ങല എറിഞ്ഞ് പള്ളിയുടെ വാതിലിന് കേടുപാടൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു വന്ന ഷമ്മാച്ചനെ മേൽപ്പട്ടക്കാർ എല്ലാവരും കൂടി കത്തനാരായി വാഴിച്ചു. അങ്ങനെയാണ് കടമറ്റത്ത് കത്തനാരാകുന്നത്. കടമറ്റംപള്ളിയുടെ അടുത്ത് തന്നെയാണ് ഈ പോയേടം പള്ളി. ഈ പള്ളി കത്തനാർ അച്ഛൻ്റെ വീടിരുന്നിടത്താണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ പള്ളിയാണ്. പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ആ പാതാള കിണറും കാണാവുന്നതാണ്. ഇതാണ് ആ പഴയ പാതാള കിണർ. ഇങ്ങോട്ട് വരാൻ കുറച്ച് സ്റ്റെപ്സൊക്കെ ഇറങ്ങിപ്പോകണം. ഈ പാതാള കിണറിന് അടിയില്ലെന്നാണ് പറയപ്പെട്ടിരുന്നത്. ഈ കിണറ്റിൻ്റെ അടുത്ത് ആളുകൾ കോഴിയെയൊക്കെ കുരുതി കഴിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത് കാണാം. ഞങ്ങൾ ആ പഴയ കിണർ കാണാനായിട്ട് പോയപ്പം കണ്ടത് എന്താണെന്നറിയാമോ? ഇതുപോലെ ഒരു കിണറിൻ്റെ ആകൃതിയുണ്ട്. അത് സിമെൻറ്റ് വാർത്ത് ഇങ്ങനെ കിണറൊക്കെ കെട്ടിപ്പൊക്കുകയല്ലേ, അതുപോലെ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ കിണറാണെങ്കിൽ മൂടിയും വെച്ചിരിക്കുവാണ്. അപ്പോൾ ഈ കിണർ പണിതുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മണ്ണും സിമെൻറ്റും ഒന്നും വീഴാതിരിക്കാനായിട്ടാണ് അത് മൂടി വെച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ കിണർ പോലെ വളച്ച് കെട്ടിയിട്ടുണ്ട്. അവിടെ കുരുതിയും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നെന്നാണ് പറഞ്ഞു കേട്ടത്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ അടുത്തും കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്നപ്പോൾ അവിടെ കർമ്മങ്ങൾ ചെയ്യുന്ന കുറേ പ്രായമുള്ള ഒരാളെ കണ്ടിരുന്നു. അദ്ദേഹത്തോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഈ കാണുന്ന സ്ഥലത്തായിരുന്നു കടമറ്റത്ത് കത്തനാരുടെ വീടിരുന്ന സ്ഥലമെന്ന്. ഇങ്ങനെ എല്ലാം കിളച്ച് മറിച്ചിട്ടിരിക്കുകയാണ്. പുതുതായി പണിയാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. ഈ കത്തനാരുടെ വീടിൻ്റെ നേരെ മുകളിലായിട്ടാണ് പുതിയ പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാതാള കിണർ സിമെൻറ്റ് വാർത്ത് പള്ളിയുടെ ലെവലിൽ പൊക്കി കൊണ്ടുവരാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് പലക കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട്, കാരണം സിമെൻറ്റ് ഒന്നും വീഴാതിരിക്കാനായിട്ട്. ഇവിടെ ഒരുപാട് റിനോവേഷനൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും പള്ളിയുടെ പഴമയൊന്നും കളയാതെ പുതുക്കി പണിയാനാണ് പ്ലാൻ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കടമറ്റത്ത് കത്തനാരുടെ ഖബറിടം. ഇത് പള്ളിക്കകത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിയിൽ നാനാജാതിക്കാരും വരാറുണ്ട്. പ്രത്യേകിച്ച് ബുദ്ധിഭ്രമം ബാധിച്ചവരും എപ്പിലെപ്സി മുതലായ രോഗങ്ങളുള്ളവരും ഒക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഫലം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്ന് കാണാൻ സാധിച്ചതിൽ. ഇന്ന് ഏതാണെങ്കിലും പള്ളി ദർശനത്തിനായിട്ട് മാറ്റി വെച്ചതിനാൽ പിറവംപള്ളിയും കൂടെ കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ച് പിറവത്തും പോയി. അവിടെ ചെന്നപ്പോൾ സമയം കഴിഞ്ഞതിനാലുണ്ടല്ലോ, ഒരു 2:30 ആയപ്പോഴാണ് അവിടെ ചെന്ന്. അപ്പോഴത്തേന് പള്ളിയിലെ കുർബാനയും ഇതെല്ലാം കഴിഞ്ഞിട്ട് പള്ളി അടച്ചിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അകത്തൊന്നും കയറാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഈ പള്ളിയാണ് ലോകത്തിലേക്കും വെച്ച് ആദ്യമുണ്ടായ പള്ളി. ഇതാണ് 5-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന പള്ളിയാണിത്. അത് പുതുക്കിപ്പണിതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒത്തിരി ഇതുണ്ട്. വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു പള്ളിയാണിത്. അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ഞാൻ പിന്നെ രണ്ടാമതൊന്നുകൂടെ അവിടെ പോയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ആ പള്ളിയും വിസിറ്റ് ചെയ്തു, പ്രാർത്ഥിച്ച് ഞങ്ങൾ സസുഖം മടങ്ങിയെത്തി. വളരെ സന്തോഷം തോന്നിയിരുന്നു കേട്ടോ ഈ പള്ളികളൊക്കെ കാണാനായിട്ട് പോകാൻ സാധിച്ചതിൽ. മാത്യൂസ് ഹോമിൽ താമസിക്കുന്നതുകൊണ്ടുണ്ടല്ലോ ഒന്നിനെക്കുറിച്ചും വറി ചെയ്യേണ്ട. അതുകൊണ്ട് നമുക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞെന്നാൽ പള്ളിയിൽ പോകണോ, പാർക്കിൽ പോകണോ, എവിടെ പോകണമെന്ന് വെച്ചെന്നാൽ നിന്ന നിപ്പിൽ എവിടെയും പോകാനും കാണാനും ഒക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ എനിക്കിത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മതി. ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് പീസ്ഫുൾ മൈൻഡോടുകൂടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക. പിന്നെ അതിനെക്കുറിച്ച് പോയി കഴിഞ്ഞേച്ച് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിരിക്കാനൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെ സന്തോഷങ്ങളെ ഈ വയസ്സാം കാലത്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഞാൻ ഭയങ്കര സംതൃപ്തയാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.